അപ്പം ആർക്കാണ് നമ്മളെ ഈ ഒരു മണ്ഡലത്തിൽ വിജയ സാധ്യത ഉള്ളത്? വിജയസാധ്യത ഇപ്പോൾ തീർച്ചയായിട്ടും എം സ്വരാജിന് തന്നെയാണ്. ഇടതുപക്ഷ മുന്നണീൻ്റെ വികസന കാര്യങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കും യുവാക്കൾക്കിടയിലടക്കം അത്യാവശ്യം നല്ലൊരു സ്വാധീനമുണ്ട് എം സ്വരാജിന്. വിജയസാധ്യത കൂടുതൽ എം സ്വരാജിന് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മത്സരം ടൈറ്റാണ്, പക്ഷേ മുൻതൂക്കം സ്വരാജിന് തന്നെ ഉള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ യുവത്വം കാര്യങ്ങളൊക്കെ കൂടുതൽ സ്വരാജിൻ്റെ ഒപ്പമാണ്. പിന്നെ ഒരു ആദർശമുണ്ട്, ഒരു ആവേശം. ആദ്യം സ്വരാജ് വരുന്നതിന് മുമ്പാണെങ്കിൽ ബാപ്പുട്ടി വാക്കോറുമാർക്ക് ജയിച്ചായിരുന്നു. അപ്പോൾ സ്വരാജ് വന്നപ്പോൾ ഒരു 45% വോട്ടോളം സ്വരാജിന് കിട്ടും. പിന്നെ ഒരു 15% അൻപൂറും പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് സുഡാപ്പികളൊക്കെ പഴം കൂട്ടിയിട്ട് ബാക്കിയിൽ കിട്ടും. എന്നാലും സ്വരാജിനെ ചാൻസ് കൂടുതൽ. UDF എന്താ കാര്യം? പിണറായി വിജയൻ്റെ ഈ ഇത്രം അഴിമതി ഭരണം മരുമനും മകൾക്കും വേണ്ടി ഭരിക്കാവുന്ന ഒരു ഉത്തരവാദിത്വം ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലമ്പൂരൊരു വികസനം ഇത്ര ദിവസം പ്രചരണത്തിൽ വന്നപ്പോൾ ആര്യാട മുഹമ്മദ് കാണിച്ച വികസനം മാത്രമേ ഉള്ളൂ. എണ്ണി പറയാം. ഒന്നാമത്തേത് നമ്മളെ ബസ് സ്റ്റോപ്പ് തന്നെ ശ്രദ്ധിക്കുക, ആര്യാട മുഹമ്മദിൻ്റെ PW ഗസ്റ്റ് ഹൗസ് ആരാ കൊണ്ടുവന്ന ആര്യാട മുഹമ്മദ്. ഈ അൻവർ 8 വർഷമായിട്ട് എന്താ ചെയ്തത്? ഒരു വികസനം പറയാമോ? വികസനത്തിന് വോട്ടെന്ന് LDF ചോദിക്കുന്നുണ്ട്. സ്വരാജിനെ പറ്റി പറയാം. തൃപ്പൂണിത്തുറയിൽ എന്താ ചെയ്തത്? തൃപ്പൂണിത്തുറ തിരിഞ്ഞു നോക്കിയില്ല. തൃപ്പൂണിത്തുറയിൽ സ്വരാജിൻ്റെ ഒരു വോട്ടറാണ്. പുള്ളിയോട് ചോദിക്കും, പുള്ളി പറഞ്ഞു തരും കാര്യങ്ങൾ. പുള്ളി പറ. അതേ ഒരു വർക്കും അവിടെ ചെയ്തിട്ടില്ല. തൃപ്പൂണിത്തുറയിൽ ആര്യാട ഷൗക്കത്ത് 25,000 വോട്ടിന് ജയിക്കും. ആര്യാട ഷൗക്കത്ത് 25,000 വോട്ടിന് മേലെ ജയിച്ചിരിക്കും. നിലമ്പൂര് നമ്മൾ STPI ഒരു തരംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീടുകൾ പിന്നെ സ്കോഡ് തിരിച്ചിട്ട് വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങളിൽ നല്ല ഒരു ഭരണവിരുദ്ധ വികാരവും കാലങ്ങളായിട്ട് മുന്നണികൾക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രതിഷേധമുണ്ട്. അത് STPIക്ക് അനുകൂലമായി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളൊക്കെ ഒരു മാറ്റം നിലമ്പൂർ വരണം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് STPIക്ക് ഗുണകരമായി ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മൂപ്പര് പറഞ്ഞ നിലപാടിനാണ് നമുക്ക്. നമ്മളെ അഭിപ്രായത്തിൽ ബാപ്പുട്ടിയൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് വരിക. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ ഈ അൻവർക്കാണ് ഒന്നാം സ്ഥാനത്ത് വരാറ്. ഈ UDF ചിഹ്നത്തിൽ പോണ വോട്ടും പിന്നെ ലീഗിൽ നിന്ന് കിട്ടുന്നതും CPMൻ്റെ കുറേ അനുഭാവികളുണ്ട്. അൻവർ ഖാൻ്റെ സ്വന്തം ആരാധകരായിട്ടുള്ള കുറേ വ്യക്തികളുണ്ട്. അതായത് അൻവർ ഖാൻ്റെ സ്വഭാവത്തിൻ്റെ സെറ്റപ്പിൽ നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെ കിട്ടുന്ന വോട്ട് അപേക്ഷിച്ചിട്ട് അൻവറാക്ക് ജയിക്കുന്നതാണ്. സ്വരാജിനാണ് സാധ്യത ഉള്ളത്. കാരണം സ്വരാജാണ് ജയിക്കേണ്ടത്. കാരണം നല്ല ഇത് ഒരു നിലപാടുള്ള ആളാണ്. അപ്പോൾ സ്വരാജിനാണ് ജയിക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം സ്വരാജ് ജയിക്കണം എന്നുള്ളതാണ് സംശയം. പിന്നെ നിലപാടിൻ്റെ രാജകുമാരനല്ലേ, ഇത്രേ ഉള്ളൂ. വിജയസാധ്യത പറഞ്ഞാൽ ഇപ്പോൾ ബാപ്പുട്ടിയാക്കാണ് മുന്നിൽ വെക്കണത്. ആരുടെ ഷൗക്കത്ത് ബാപ്പുട്ടിയാക്ക ആണ്. കാരണം ഇവിടുത്തെ സ്ഥിതിഗതി അങ്ങനെയാണ്. ജനങ്ങൾ അറിയണ നേതാവാണ്. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് വഴി ചോദിച്ചു പോകണ്ട. അറിയണമെങ്കിൽ മൂപ്പര് ഒരു ഫോൺ കോള് ചെയ്താൽ മതി. നമ്മുടെ വീട്ടിൽ സാധാരണക്കാരൻ്റെ വീട്ടിലെത്തും. പിന്നെ പറഞ്ഞാൽ അവിടെ ചെന്നുകൊണ്ട് നമ്മൾ ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരാളെ റെക്കമെൻഡേഷൻ നമുക്ക് വേണ്ടെന്നുള്ളതാണ്. ഏത് സാധാരണക്കാരനും അവിടെ കയറി ചെന്നാൽ എന്തേ വന്നു എന്നേ ചോദിക്കുള്ളൂ, ആരാണെന്ന് ചോദിക്കില്ല. അതാണ് കുഞ്ഞാക്കല്ല കാലത്തും ഷൗക്കത്തിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. അൻവർ ഖാൻ്റെ സ്ഥിതി പറഞ്ഞാൽ അത് എന്താണെന്ന് ഇപ്പം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പര് ഒരു രാഷ്ട്രീയം വിട്ടുകൊണ്ട് പോകുന്നതല്ലേ. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പോരായ്മ കണ്ടുകാണ്ട് അവിടെ നിന്ന് കണ്ടുകൊണ്ട് പോകുന്ന ആളാണ്. പിന്നെ ഇപ്പം ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് ആയതുകൊണ്ട് പറയല്ല. പക്ഷേ നമുക്ക് VD സതീശൻ സാർ എടുത്ത ആ നിലപാടിനോട് നല്ലൊരു അഭിപ്രായമാണ്. ആര് ജയിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഇവിടെ നല്ല ടൈറ്റ് മത്സരമാണ്. സ്വരാജിനും ഭൂരിപക്ഷം കുറയും. ആര് ജയിക്കണേലും ഭൂരിപക്ഷം കുറയും. ഇത്രയൊക്കെ തന്നെ. അങ്ങനെ അൻവർ ഖാൻ്റെ സ്ഥിതി കുറച്ച് വോട്ടൊക്കെ പിടിച്ചു. അല്ലാതെ ജയം പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. പടച്ചോൻ്റെ അടുത്താണ് ആ കാര്യം. പടച്ചോൻ തീരുമാനിക്കും ആര് ജയിക്കണം എന്നുള്ളത്. അങ്ങനെ പറയണേ. ഞങ്ങൾക്ക് ഇപ്പോൾ ജയിച്ചണമെന്ന് ബാപ്പുട്ടി ജയിച്ചണമെന്നാ പൂതി പറയാൻ പറ്റില്ലല്ലോ.
നമ്മളെ ഭൂരിഭാരം നടന്നുകൊള്ളുന്നില്ലല്ലോ. ഞാനൊരു അഭിപ്രായം പറയണില്ലായിരുന്നു. പറയില്ല. ഇവിടെ നിലമ്പൂർ ആര്യടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പിന്നെ ഇല്ല, അൻവർക്കൊന്നും അത്ര എഫക്റ്റ് അല്ല. ഇവിടെ ആര്യടൻ ഷൗക്കത്ത് തന്നെയുള്ളൂ ജയിക്കുക. നല്ല പ്രതീക്ഷ ഉണ്ട്, നമുക്ക് നല്ല പ്രതീക്ഷയില്ല. വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ആര്യയുടെ ഷൗക്കത്താണ് ജയിക്കുന്നില്ലാണ് വിശ്വാസം. സ്വരാജ് ജയിക്കുന്ന തന്നെയാണ് കാണുക. ഇവിടുത്തെ ടൗണിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മൊത്തത്തിൽ ആളുകളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സ്വരാജ് ജയിക്കുന്ന തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഇല്ല, ഷൗക്കത്തിന് സാധ്യതയില്ല. നമ്മൾക്ക് വിചാരിക്കുന്നത് സ്വരാജ് തന്നെയാണ്. നമുക്ക് വോട്ടില്ല, എന്നാലും സ്വരാജാണ് ഇവിടെ സാധ്യത തോന്നണം. അൻവറിന് കുറച്ചും കൂടി ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവും, പക്ഷെ ജയിക്കാൻ സാധ്യത തോന്നണില്ല. അത് തന്നെയാണ് എനിക്ക് പറയുന്നത്. കാരണം അൻവറൊക്കെ ആദ്യം വന്ന ലെവലല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഭൂരിപക്ഷം കുറച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ജയിക്കാൻ ചാൻസ് ഇല്ല. ജയിക്കാൻ ചാൻസ് എന്തായാലും സ്വരാജിന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അവരാണ് ജയിക്കേണ്ടത്. നിലപാടിൻ്റെ രാജകുമാരാണ് സ്വരാജ്. വിജയസാധ്യത ബാബുട്ടിക്ക് തന്നെ. ആര്യാട് സുഖത്തിന് ഓനെ വിജയസാധ്യത ആര്യയുടെ സുഖത്തിന് തന്നെയാണ്, മാറ്റൊന്നുമില്ല. നമ്മളെ അയൽവാസിയല്ലേ. പിന്നെ ഓനൊക്കെ ഇവിടെ നല്ല ഉഷാറായിട്ട് ഈ മുനിസിപ്പാലിറ്റിയുള്ള അന്നൊക്കെ ഇവിടെ ഫോറസ്റ്റിൽ ഇവിടുന്ന് അങ്ങനെ ബൈപ്പാസ് റോഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് പോകണേ ആ റോഡൊക്കെ മിഷൻ ഓരോ ഉണ്ടാക്കിയതാണ്. അതിലങ്ങനെ അങ്ങോട്ട് ബൈപ്പാസ് റോഡ് ഓൻ വന്നവിടെ കഴിച്ചിലായി. പിന്നെ ഞങ്ങളൊക്കെ പോയിട്ട് എന്തായാലും അവൻ തന്നെ അവനെ ഞങ്ങൾ അറിയാനല്ല. അതാ വർത്താനം പറയണിപ്പോൾ ഞങ്ങൾ അതേ തന്നെ മുപ്പരക്ക് തന്നെയാണ്. മുപ്പരൻ്റെ പേരുള്ളൂ. ഞാൻ ഈ മണ്ഡലമല്ല, ഞാൻ വണ്ടൂരാണ്. ഇവിടെ UDF ജയിക്കാനാണ് സാധ്യത. ആര്യയുടെ ഷൗക്കത്ത് ജയിക്കും. അങ്ങനെ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ ഇപ്പോൾ പോണത്, അതുകൊണ്ട് ജയിക്കും. വിജയപ്രതീക്ഷ UDFനാണ്. ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അത് അറിയാം. പ്രിയങ്ക ഗാന്ധി 60,000-ലേറെ വോട്ടിന് വിജയിപ്പിച്ചാൽ തീർച്ചയായും അത്രത്തോളം അല്ലെങ്കിലും ഒരു നല്ല ശതമാനത്തിൽ വിജയിക്കും. പിന്നെ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ അൻവറ കോൺഗ്രസ് കൂടെ നിർത്തേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലേ, അതാണ് ശരി. അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കാണല്ലേ? LDF സ്ഥാനാർത്ഥിക്ക് സ്വരാജിന് 100% ഉറപ്പാണ്. കറക്റ്റ്. അപ്പോൾ എങ്ങനെ പറയാം? എങ്ങനെ മുൻതൂക്കം സ്വരാജിനെ കാണുന്നത്. സ്വരാജിനാണ് മുൻതൂക്കം കാണുന്നത്. അതായത് അൻവർ തോൽക്കണം എന്ന് അൻവർ ആരെയാണ് പ്രതീക്ഷിക്കണം ആ ആളേക്കാരം ജയിക്കുക. ഷൗക്കത്തിന് രക്ഷയില്ല. 5000-നുള്ളിലായിരിക്കും ഭൂരിപക്ഷം, പക്ഷേ വിജയസാധ്യത അവർക്ക് തന്നെ. LDF സ്വരാജ് ബഹുഭൂരിപക്ഷത്തിന് വിജയിക്കും. സൂക്കത്തിനാണ് ചെറിയൊരു മുൻതൂക്കം കാണുന്നത് നമ്മളെ ഇതിൽ. ഇപ്പം എന്താ പോലെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സ്വരാജിനും നല്ല കുഴപ്പമൊന്നുമില്ല. അൻവർ ഖാൻ്റെ സ്ഥിതി എന്താ? അൻവറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓനോട് വ്യക്തിപരമായിട്ട് കുറേ വോട്ടുകളുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതായതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ അതിനും പറ്റില്ല. സാധ്യത കോൺഗ്രസിന്. സാധ്യത ആര്യയുടെ ഷൗക്കത്ത് ഒരു 10,000-ന് മുകളിൽ ജയിക്കും. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ PV അൻവർ രാജിവെച്ച ഒരൊറ്റ കാര്യം. ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നു PV അൻവർ. ഈ PV അൻവർ രാജിവെച്ചുകൊണ്ടാണ് നമ്മളവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നത്. അത് നമുക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ആര്യയുടെ ഷൗക്കത്ത് ഇവിടെ ഇപ്പോൾ സാധ്യത എന്ന് പറയാനായില്ല. രണ്ടും കടാകടയിൽ നിൽക്കുകയാണ്. ഇന്നയാളെന്ന് പറയാൻ പിന്നെ ഒരിക്കലും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ അൻവർ പറഞ്ഞാൽ ഓന് ഭൂരിപക്ഷം കുറച്ച് ഒരു 10,000-15,000 വോട്ടിൻ്റെ ഇതിൽ നിൽക്കുന്ന തോന്നുന്നത്. പിന്നെ ഓന് ജയിക്കാനുള്ള സാധ്യതയല്ല, ഭൂരിപക്ഷം പിടിക്കുന്നില്ല രീതിയുള്ളൂ. അല്ല, ഈ വോട്ട് ലേശം കുറയ്ക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വേറെ കാര്യമായിട്ടൊന്നും അത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. രണ്ടും ഈക്വലായിട്ട് നിൽക്കുകയാണ്. പ്രാവശ്യം ഇവിടെ UDF ജയിക്കും. UDFനാണ് മുൻതൂക്കം. അൻവർ ഖാൻ സ്ഥിതി ഏകദേശം ചിലപ്പോൾ ഒരു 3-ാം സ്ഥാനത്തൊക്കെ 4-ാം സ്ഥാനത്തൊക്കെ പോകാൻ. സ്വരാജ് 2-ാം സ്ഥാനത്തും. സ്വരാജ് ജയിക്കും, ഉറപ്പാണ്, ഷുവർ. അതന്നെ പറയാം. ബാബുട്ടി ജയിക്കും, ഉറപ്പാണ്. ബാബുട്ടിയാക്ക്
അതായത് ഷൗക്കത്ത് അതിപ്പോൾ നമുക്കൊന്നും അറിയില്ല. ഇവിടെ സൗഖ്യത്തിനാണ് ഷൗക്കത്തിനാണ് മുൻതൂക്കമുള്ളത്. അപ്പോൾ നമ്മളെ ആരാണ് വിജയ സാധ്യത കൂടുതലുള്ളത്? കൂടുതൽ ഇവിടെ നിലമ്പൂരോണ്ട് ബാബുട്ടിനെയാണ് കാണുന്നത്. സൗഖ്യത്ത് അൻപറാക്ക ഉണ്ട്, കുഴപ്പമില്ല. കൂടുതലുള്ളത് സാധ്യത കൂടുതൽ സൗഖ്യത്തിനാണ് കാണുന്നത്. ഷൗക്കത്തിനല്ലേ? മുന്നണിക്ക് വിജയസാധ്യത എന്ന് പറയുന്നത് സ്വരാജിനാണ് എനിക്ക് താല്പര്യം. ഞാനതാണ് ഇടതുപക്ഷമാണ്. പിന്നെ ഇവിടെയുള്ള പൊതുവെ ഉള്ളത് കാണുമ്പോൾ സ്വരാജിനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ഷൗക്കത്തിന് വിജയസാധ്യത കാണുമ്പോൾ ബാബുട്ടി ജയിക്കും. ആര്യാടെ സൗഖ്യത്ത് ഒരു സംശയമില്ല, ഉപരി ജയിക്കും. വിജയസാധ്യത സ്വരാജിനാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ തുല്യ ശക്തിയിട്ടാണ് നിൽക്കുന്നത്. ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മുൻതൂക്കം സ്വരാജിന് കാണുന്നുണ്ട്. ഇവിടെ സ്വരാജുകൾ ജയിക്കുക. ഏകദേശം ഒരു 10,000 വോട്ടിന് സ്വരാജ് ജയിച്ചിരിക്കും ഇവിടെ. അതിലൊരു ഇതുമില്ല, സംശയമില്ല. സ്വരാജ് ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിലമ്പൂർ ആര്യാടെ ഷൗക്കത്ത് ബാബുട്ടിക്ക് ജയിക്കും. ബാബുട്ടിക്ക് ജയിക്കും നിലമ്പൂർ. ആരുടെ സൗഖ്യത്ത് ജയിക്കും? ഒന്നും പറയാൻ പറ്റാത്ത മുൻതൂക്കം സ്വരാജിനാണ് കാണുന്നത്. ആരെ ജയിക്കാൻ നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഈ ആര്യാടെ ഷൗക്കത്ത് ജയിക്കണം എന്നാണ്. ഓക്കെ, ആര് ജയിച്ചാലും ഒരേപോലെയാണ്. വികസനം വന്നാൽ മതി. സ്വരാജ് ജയിക്കും. ഇവിടുത്തെ വിജയപ്രതീക്ഷ എന്തായാലും സ്വരാജിനായിരിക്കും. പ്രതീക്ഷ പറയാനായിട്ട് ഇപ്പോൾ ആരുമില്ല നോക്കിയിട്ട്. LDF ആരുടെ ഷൗക്കത്ത് വിജയപ്രതീക്ഷ ഞങ്ങൾ ഇവിടെ ടൈറ്റ് മത്സരമാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കും ആര് തോൽക്കുള്ളത് ഇപ്പോൾ പറയാൻ വൈകിട്ടില്ല. ആരാണ് ഷൗക്കത്ത് വിജയിക്കണമെന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. കാരണം എല്ലാവരും കട്ടക്കേട്ടേക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരു സാധ്യത കാണുന്നത് ഷൗക്കത്തിനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഷൗക്കത്ത് സാധ്യത കാണുന്നുണ്ട്. ഇനി പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ BJP മറ്റേ ഇവരും വന്നല്ലോ, അൻവറും വന്നല്ലോ. അതുകൊണ്ടാണ് മറ്റേത് ജയിക്കും എന്നുള്ള തോന്നൽ, നല്ല ജയിക്കുന്ന സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ വന്നോളൂ, ഇവർ എത്ര വോട്ട് പിടിക്കും അതിനനുസരിച്ചിട്ടും കാര്യങ്ങൾ നടക്കുക. എന്നാലും പ്രതീക്ഷ എനിക്ക് തോന്നുന്നത് ഷൗക്കത്ത് ജയിക്കും തന്നെ സാധ്യത തോന്നുന്നുണ്ട്. ആര്യാടെ ഷൗക്കത്ത് ഇവിടെ വിചാരിച്ച എല്ലാവരും ഒരുപോലെയാണ്. രണ്ടുപേരും കട്ടക്കട്ടാണ്. പിന്നെ ചെറിയൊരു സാധ്യത സ്വരാജിനാണ്. ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ സ്വരാജാണ്. ജയിക്കുന്ന ഉറപ്പാണ്. UDF പറയാനൊന്നുമില്ല. ഷൗക്കത്ത് ആര്യാടെ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി. UDF ആയിരിക്കും. ആര്യാടെ ഷൗക്കത്ത്. നമുക്കൊരു അഭിപ്രായം ഇല്ല. ആര് ജയിച്ചാലും നമുക്ക് വിഷയമല്ല, നമ്മൾ പണിയെടുക്കട്ടെ. അങ്ങനെ വെച്ചപ്പോൾ UDF വിജയ സാധ്യത. ആരാണല്ലോ ഇവിടെ പിടിയോടുണ്ടാവുള്ളൂ. ആര്യാടെ ഷൗക്കത്ത്. LDF ആയിരിക്കണം നിലമ്പൂർ കിട്ടുക. സ്വരാജ് സ്വരാജ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി സ്വരാജ് ഭൂരിപക്ഷത്തോട്. രണ്ട് മുന്നണിക്കും ചാൻസ് ഉണ്ട്. അത് പറയാൻ പറ്റില്ല. മത്സരമാണ് ഇപ്പോൾ. മത്സരം രണ്ട് മുന്നണി രണ്ടാളും കട്ടക്ക വരുമ്പോൾ അതാണ് വ്യക്തമായിട്ട് തീരുമാനം പറയാനായിട്ടില്ല. ഏകദേശം ഷൗക്കത്ത് ഒക്കെ ആണ് തോന്നുന്നു മുൻതൂക്കം.
16,000 ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം യു ഡി എഫിനാണ്. ആരാണ് ചാവുന്നത് അല്ലേ?